ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടായിരിക്കാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ദൈവപുത്രൻ തൻ്റെ സന്നിധിയിൽ നിന്നും അരുളപ്പാട് പല കാലങ്ങളിലായി ലഭിച്ച് ആ അരുളപ്പാടുകൾ ജനങ്ങളോട് അറിയിച്ച താൻ കൽപ്പിച്ചാക്കിയ പ്രവാചകന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അതും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ഒരു അഭിസംബോധനയോടെയാണ് പറയുന്നത്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കാം ഒരു പ്രവാചകൻ ജനസമ്മതിയുള്ളവനായി മാറാത്തത്? അതിന് കാരണം അവർ തങ്ങളുടെ ജനങ്ങൾക്ക് നൽകുന്ന അവരുടെ സന്ദേശങ്ങളാണ്. കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഒരു പ്രവാചകൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൈപ്പേറിയ സത്യങ്ങൾ പറയുമ്പോൾ പ്രവാചകന്മാരെ ഉപദ്രവിക്കുവാനും അവരെ കൊല്ലുവാനും ഒരുങ്ങുന്ന ജനം ദൈവത്തിൻ്റെ മനുഷ്യരാശിയുമായുള്ള നല്ലൊരു പങ്ക് ഇടപെടലുകളും അവൻ്റെ പ്രവാചകരിൽ കൂടിയാണ് എന്ന് നാം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ കാരണം അവൻ്റെ വാഗ്ദാനത്തിൻ്റെ സംരക്ഷണ കവചത്തിൽ നിന്നും നമ്മൾ പുറത്തു കടക്കുവാൻ വെമ്പുമ്പോൾ അവന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ. മനുഷ്യൻ ചെയ്യാൻ ദൈവം ഇഷ്ടപ്പെടുന്ന, മനുഷ്യർ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾക്കിഷ്ടമല്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ആഗ്രഹിക്കാതെ ആ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കുവാനോ അത് ശ്രദ്ധിക്കുവാനോ അത് ക്ഷമയോടെ വായിച്ച് മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അന്നും ഇന്നും നമ്മൾ ഓരോരുത്തരും അതിൽ പരാജയപ്പെടുന്നു. അണലി സന്തതികളെ എന്നുവരെ കോപം പൂണ്ട് വിളിക്കേണ്ടി വരുന്ന പുതിയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. യേശുവാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് കരുതിയവരെ തിരുത്തിക്കൊണ്ട് സ്നാപകനെ ചൂണ്ടിക്കാട്ടി യേശു തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും 13-ാമത്തെ വാക്യത്തിലും നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട് വിശുദ്ധ യോഹന്നാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന്. നമുക്കറിയാം, യേശു പരീശനായിരുന്നില്ല, അവനൊരു സാത്വികനായിരുന്നില്ല, അവനൊരു ശാസ്ത്രിയായിരുന്നില്ല. റബി എന്ന് അവനെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു പുരോഹിതനായിരുന്നില്ല. അവന് പ്രവാചകനോട് സാമ്യം തോന്നുമായിരുന്നെങ്കിലും സ്വന്തം അധികാരത്തിൽ സംസാരിച്ചതിനാൽ അവനൊരു പ്രവാചകനുമായിരുന്നില്ല. ആ യേശു അയച്ച പ്രവാചകന്മാർ ദൈവത്തോടു കൂടിയിരുന്ന് നമ്മളോട് ഓരോരുത്തരോടും നമ്മൾ അറിയാതെ ദൈവവുമായുള്ള ഉടമ്പടി തെറ്റിക്കുമ്പോൾ, അധർമ്മം നമ്മളിൽ നിറയുമ്പോൾ, അനീതി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ദൈവത്തെ ആരാധിക്കാതെ സ്ഥാനങ്ങളെയും മാനങ്ങളെയും സമ്പത്തെന്ന വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമായി അവൻ അയച്ച പ്രവാചകന്മാർ സംസാരിക്കുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ബഹുമാനിക്കുന്ന, അവർക്ക് ചെവി കൊടുക്കുന്ന, അവരുടെ പ്രവചന പുസ്തകങ്ങളിലെ അന്തസത്ത ഉൾക്കൊണ്ട് അവരുടെ മുന്നറിയിപ്പ് തിരിച്ചറിയുവാൻ കഴിയുന്ന, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ അരൂപിയിൽ നിന്നും മാറി ജീവിക്കുവാൻ സാധിക്കുന്ന നസ്രായൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.